നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തീപിടിച്ച ബ്രിട്ടീഷ് എണ്ണക്കപ്പലിലെ തീ കെടുത്താൻ സഹായിച്ച ഇന്ത്യൻ നാവികസേനയിലെ അഗ്നിരക്ഷാ സംഘത്തിന് നന്ദി അറിയിച്ച് ബ്രിട്ടീഷ് കപ്പലിന്റെ ക്യാപ്റ്റനും രംഗത്ത് വന്നു. തീ അണയ്ക്കാൻ സഹായിച്ചതിന് ക്യാപ്റ്റൻ നന്ദി പ്രകാശിപ്പിക്കുന്നതിന്റെ വീഡിയോ നാവികസേന എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പങ്കുവച്ചു. ഇന്ത്യൻ നാവികസേനയുടെ ശ്രമങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടായിരുന്നു കപ്പലിന്റെ ക്യാപ്റ്റനും പ്രതികരിച്ചത്. ഇന്ത്യൻ നേവിയുടെ യുദ്ധക്കപ്പലായ INS വിശാഖപട്ടണത്തിന് നന്ദി. കപ്പലിൽ പടർന്ന തീ അണയ്ക്കാമെന്ന പ്രതീക്ഷ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരുന്നു. തീ കെടുത്താനെത്തിയ ഇന്ത്യൻ നാവികസേനയിലെ എല്ലാ വിദഗ്ധർക്കും അഭിനന്ദനം അറിയിക്കുന്നു. ഞങ്ങളെ സഹായിക്കുന്നതിനായി ഇന്ത്യൻ നാവികസേനയ്ക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നു. മാർലിൻ ലുവാൻഡയുടെ ക്യാപ്റ്റൻ അഭിലാഷ് റാവത്ത് വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. ശനിയാഴ്ച രാത്രിയാണ് ഏതൻ കടലിടുക്കിൽ വെച്ച് ബ്രിട്ടീഷ് ചാരക്കപ്പലായ മാർലിൻ ലുവാൻഡയ്ക്ക് നേരെ ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തിയത്. കപ്പലിൽ 22 ഇന്ത്യക്കാരും ഒരു ബംഗ്ലാദേശി പൗരനും ഉണ്ടായിരുന്നു. സഹായം അഭ്യർത്ഥിച്ചുള്ള സന്ദേശത്തെ തുടർന്ന് ഇന്ത്യൻ നാവിക യുദ്ധക്കപ്പലായ INS വിശാഖപട്ടണം സഹായവുമായി എത്തുകയായിരുന്നു. ആദ്യം നിയന്ത്രണ വിധേയമായ തീ പിന്നീട് പൂർണ്ണമായും കെടുത്താൻ അഗ്നിരക്ഷാ സേനയ്ക്ക് സാധിച്ചു. 6 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ 10 പേരടങ്ങുന്ന അഗ്നിരക്ഷാ സംഘം കപ്പലിലുണ്ടായ തീ പൂർണ്ണമായും കെടുത്തിയതായി ഇന്ത്യൻ നാവികസേന പ്രസ്താവനയിലൂടെ അറിയിച്ചു. വീണ്ടും തീപിടുത്തമുണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന കാര്യം സംഘം പരിശോധിച്ചു വരികയാണെന്നും നാവികസേന കൂട്ടിച്ചേർത്തു. സഹായം തേടിയുള്ള സന്ദേശത്തോട് US, ഫ്രഞ്ച് യുദ്ധക്കപ്പലുകളും പ്രതികരിച്ചിരുന്ന കാര്യവും നാവികസേന വ്യക്തമാക്കി. UK ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള എണ്ണക്കപ്പലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയത് യമനിലെ ഹൂതി വിമതരാണെന്ന് US സെൻട്രൽ കമാൻഡ് പറഞ്ഞു. ഇസ്രയേൽ ഹമാസ് സംഘർഷത്തെ തുടർന്ന് ചെങ്കടലിലൂടെ സഞ്ചരിക്കുന്ന ചരക്ക് കപ്പലുകളെ ഹൂതി വിമതർ ആക്രമിക്കുന്നത് പതിവാണ്. ജനുവരി 18-ന് മറ്റൊരു ചരക്ക് കപ്പലിന് നേർക്കും ഡ്രോൺ ആക്രമണമുണ്ടായപ്പോഴും INS വിശാഖപട്ടണം സഹായവുമായി പാഞ്ഞെത്തിയിരുന്നു. 21 ഇന്ത്യക്കാരുമായി പോയ ലൈബീരിയൻ ചരക്ക് കപ്പലിന് നേരെയും 2023 ഡിസംബർ 23-ന് ഡ്രോൺ ആക്രമണം നടന്നിരുന്നു. വെള്ളിയാഴ്ച രാത്രി 10:15-ന് യമനിലെ ഏതൻ തുറമുഖത്തിന് 60 നോട്ടിക്കൽ മൈൽ അകലെ തെക്ക് കിഴക്കൻ മേഖലയിലായിരുന്നു ആക്രമണം നടന്നത്. റഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന ജ്വലനശേഷിയുള്ള ദ്രാവകം നാഫ്തയായിരുന്നു കപ്പലിലുണ്ടായിരുന്നത്. കപ്പലിലെ തീയണച്ച് പിന്നീട് യാത്ര പുനരാരംഭിക്കുകയും ചെയ്തിരുന്നു. ഗാസ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ചെങ്കടലിൽ അന്താരാഷ്ട്ര കപ്പലുകൾക്ക് നേരെ, പ്രത്യേകിച്ചും ഇസ്രയേൽ കപ്പലുകൾക്കും ഇസ്രയേൽ കൊടിവെച്ച ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെയും ഹൂതി വിമതർ നടത്തുന്ന മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളിൽ ഏറ്റവും തീവ്രതയേറിയതായിരുന്നു മാർലിൻ ലുവാൻഡയിൽ നടന്ന ആക്രമണം. മൾട്ടിനാഷണൽ ട്രേഡിംഗ് കമ്പനിയായ ട്രാഫിഗറയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന മെർലിൻ ലുവാൻഡയുടെ നിയന്ത്രണ ചുമതല ബ്രിട്ടീഷ് കമ്പനിയായ ഓഷ്യാനിക്സ് സർവീസസ് ലിമിറ്റഡിനാണ്. മാർഷൽ ഐലൻഡിലാണ് കപ്പൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്.